അങ്ങനെ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും എഗ് ഹെഡ് ഐലൻഡ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും അല്ല, ലൂഫി, ചോപ്പർ, ജീംബെ, പിന്നെ വഴിയിൽ നിന്ന് കിട്ടിയ ബോണിയും ഉണ്ട്. ആസ് യൂഷ്വൽ ലൂഫിയും ചോപ്പറും അവരുടെ മണ്ടത്തരങ്ങളും കോമഡികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബോണിയും സ്ട്രോ ഹാറ്റ്സിൽ കൂട്ടാൻ പറ്റിയ ഒരാളായിട്ടാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇപ്പോൾ കുറച്ച് തമാശയായിട്ടൊക്കെയാണ് പോകുന്നതെങ്കിലും ഈ ആർക്ക് തുടങ്ങിയ ഫസ്റ്റ് എപ്പിസോഡിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഡാർക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ആർക്കുകളിലെല്ലാം ടോണിൽ നല്ലൊരു ഷിഫ്റ്റ് ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ബാക്കി സ്ട്രോ ഹാറ്റ്സും അവരുടെ ഷിപ്പും എല്ലാം ഇപ്പോഴും കടലിൽ വെയിറ്റിംഗ് ആണ്. അവരും അടുത്ത എപ്പിസോഡിൽ തന്നെ ഐലൻഡിലെത്തും. പിന്നെ പറയാതിരിക്കാൻ വയ്യ, തുടക്കം മുതൽ തന്നെ സോറോയ്ക്ക് നല്ല ബിൽഡപ്പാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോഴത്തെ കാര്യം മാത്രമല്ല, തുടങ്ങിയ സമയത്തെ ഇപ്പോൾ കഴിഞ്ഞ വാനോ ആർക്കിലാണെങ്കിൽ പോലും 3 ക്യാപ്റ്റൻസിൻ്റെ അറ്റാക്ക് മാറാതെ നിന്ന് കൊണ്ട ആളാണ് കൈഡോ. പക്ഷേ സോറോയുടെ ഒരു അറ്റാക്ക് കണ്ടപ്പോൾ തന്നെ അവൻ പേടിച്ച് മാറുന്നതായിട്ടാണ് കാണിച്ചത്. അത് ഞാൻ കുറ്റമായിട്ട് പറയുന്നില്ല. സോറോ കുറച്ച് സീരിയസ് ആയിട്ട് വന്ന് ആ വാളും പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഗൂസ്ബംസ് ആണ്. സോ അതങ്ങനെ തന്നെ വയ്ക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പിന്നെ വേഗപ്പങ്കെന്നും പറഞ്ഞ് 2-3 പേരെ കാണിച്ചിട്ടുണ്ട്. ശരിക്കുള്ള വേഗപ്പങ്കിനെ ഇതുവരെയും റിവീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ എന്തായാലും ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയായിട്ടാണ് കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സാധാരണ എല്ലാ ആർക്കിലും തുടക്കത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഫൈറ്റ്സൊക്കെ തുടങ്ങുന്ന സമയത്ത് അത് ഇൻ്റർനെറ്റ് ബ്രേക്ക് ചെയ്യോ ഇല്ലയെന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയാം.